എഴുതിയ ആത്മാവാണ് രാമായണം. രാമായണത്തിലെ ഓരോ കഥാപാത്രവും നമ്മെ ഓരോ ജീവിത പാഠം പഠിപ്പിക്കുന്നു. അതിലേറ്റവും ദുഷ്കരമായ ഭക്തി ശബരിയുടേതാണ്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഭക്തോത്തമനായ പ്രഹ്ലാദൻ ഭക്തിയെ കുറിച്ച് വിവരിച്ചതാണ് ഭാഗവതത്തിലെ ശ്ലോകം. ശ്രീരാമൻ ശബരിക്ക് 9 തരത്തിലുള്ള ഭക്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഭഗവാൻ ഒരാളുടെ കുലമോ ജാതിയോ നിറമോ ഒന്നുമല്ല. ഭഗവാൻ തന്റെ ഭക്തന്റെ ഭക്തിയാണ്. ഉദാഹരണമായി പ്രഹ്ലാദനും ശബരിയും കണ്ണപ്പനും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. രാക്ഷസ രാജാവിന്റെ പുത്രനായിരുന്നിട്ടുകൂടി ഗർഭസ്ഥ ശിശുവായിരിക്കെ കേട്ട നാരായണഭക്തി പ്രഹ്ലാദനെ ഭക്തോത്തമ ജ്ഞാനിയുമാക്കി. അതുപോലെ തന്നെയാണ് ശബരിയും. വേറും കാട്ടാളസ്ഥനായിരുന്ന ശബരിക്ക് മാധവ മഹർഷിയുടെ സത്സംഗത്താൽ ശ്രീരാമദർശനം ലഭിച്ചു. പരബ്രഹ്മത്തിലേക്ക് മുമ്പ് മാധവ മഹർഷി ശബരിയോട് പറഞ്ഞു, അല്ലയോ ശബരി, നിന്നെ തേടി ശ്രീരാമന്റെ ആശ്രമത്തിൽ വരും. അന്നു മുതൽ ശബരിയുടെ ജീവിത ലക്ഷ്യം ശ്രീരാമദർശനമായിരുന്നു. ആ മാതാവ് ശ്രീരാമൻ നടത്താൻ വനവീഥികൾ വൃത്തിയാക്കി പഴങ്ങൾ ശേഖരിച്ചു. ഇതിൽ മധുരമുള്ളതെന്നറിയാൻ വേണ്ടി അവ കടിച്ചു നോക്കി. മധുരമുള്ളത് മാത്രം ശേഖരിച്ചു. മറ്റുള്ളവർക്ക് അതിച്ചിലാണ്. പക്ഷേ ആശ്രമത്തിലെത്തിയ ശ്രീരാമൻ ആദാമൃത പോലെ കഴിച്ചു. മാമുനികൾ കോടിക്കണക്കിന് വർഷം തപസ്സരിട്ട് കിട്ടാത്ത പുണ്യമാണ് ആ മാതാവിന് തന്റെ ഭക്തിയിലൂടെ ലഭിച്ചത്. ഇത് കലിയുഗമാണ്. പൂന്താനം തിരുമേനി പറഞ്ഞതുപോലെ 4 യുഗങ്ങളിലും ഏറ്റവും നല്ലത്. എന്നാൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റു യുഗങ്ങളെ പോലെ യാഗമോ യജ്ഞമോ ഒന്നും ചെയ്യണം. നാമജപവും ഭക്തിയും മാത്രമാണ്. എന്നാൽ ഇന്ന് നടക്കുന്നത് ഭക്തിയുടെ പേരിൽ വെറും കച്ചവടം മാത്രം. ക്ഷേത്രങ്ങളൊക്കെ കച്ചവട കേന്ദ്രങ്ങളായി. മനുഷ്യരെ നേർവഴിക്ക് നയിക്കുന്ന പുരോഹിതന്മാർ ഭക്തി വിറ്റ കാശാക്കി. നമ്മുടെ പുരാണങ്ങളിലെങ്ങും പറഞ്ഞിട്ടില്ലാത്ത ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിൽ തരും. എന്നാൽ സജ്ജനങ്ങളാകട്ടെ നാമജപത്തിലൂടെ ഭഗവാനെ നേടുന്നു. എല്ലാം വിരത്തുമ്പിൽ വേണമെന്ന് കരുതുന്ന തലമുറ ശബരിമാതാവിന്റെ കഥ കേൾക്കണം. ശ്രീരാമൻ വരുമെന്ന് കരുതി ഒരുക്കങ്ങൾ ചെയ്തു വെച്ച ശബരി മാതാവ് നമ്മെ അക്ഷയവേദ വലിയ പാഠം പഠിപ്പിച്ചു. നമുക്ക് അഭിമാനിക്കാം ആ പുതിയവരുടെ വണ്ടിയിൽ പറഞ്ഞത്. മനുഷ്യരെ ജാതിയുടെ പണത്തിന്റെ പേരിൽ വേർതിരിക്കാതെ എല്ലാവരെയും ഒന്നായി കാണാൻ ശ്രീരാമന്റെ വാൽമീകി മഹർഷി നമ്മെ പഠിപ്പിക്കുന്നു. കലിയുഗത്തിൽ നമുക്ക് ശബരിയെ മാതൃകയാക്കാം. ഒരുമിച്ച് ജപിക്കാം. രാമ 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 ശ്രീരാമ രാമ രാമ. രാമഭദ്രം കലിയുഗ കാലുഷ. നന്ദി, നമസ്കാരം.